ആട് യൂണിവേഴ്സിലെ പുതിയ ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ യൂണിവേഴ്സിൽ എത്തിയിട്ട് പഠനമൊക്കെ? ആ യൂണിവേഴ്സിൽ എത്തിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നേ, ഞാനൊരു ഫാന്റസി വേൾഡിലാണ്. കുറെ ഫാന്റസി ആൾക്കാരുടെ കൂടെ അവരുടെ ഒരു ജീവിത ശൈലിയൊക്കെ കണ്ട് ഇങ്ങനെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ. ക്യാരക്ടർ പറയാൻ പറ്റുമോ? ക്യാരക്ടർ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല, ഇത് ജനങ്ങൾ എടുക്കട്ടെ. ഞാൻ പുതിയൊരാളല്ലേ, അപ്പം അവരെങ്ങനെ സ്വീകരിക്കുന്നു അല്ലെ അവരെങ്ങനെ എടുക്കുന്നു അതാവട്ടെ ക്യാരക്ടർ എന്ന് വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് ഞാനായിട്ട് എൻ്റെ ഒരു ക്യാരക്ടറിനെ ഇത് ചെയ്യുന്നില്ല. അപ്പൊ അവർ ആ ഒരു പെർസ്പെക്റ്റീവിൽ പോയിരുന്ന് കണ്ടാലോ. അപ്പം അവരായിട്ട് പറയട്ടെ എന്താണ് എന്റെ ക്യാരക്ടർ എന്നുള്ളത്. അല്ല, എനിക്ക് ഒരു ധാരണയുണ്ട്. ഞാനൊരു കുഞ്ഞ് എന്നാൽ കഴിയുന്ന ഒരു കുഞ്ഞു മീറ്റർ ഒക്കെ പിടിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ആ ഒരു മീറ്റർ കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഓവർ ആക്കാതെ എന്നാ കൊടുക്കുക, അതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ കീപ്പ് ചെയ്ത് നിന്നിട്ടുണ്ട്. പിന്നെ ഇതിന് മുന്നേ അഭിനയിച്ച ആളുകൾ തന്നെയാണ് ചുറ്റും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ അഭിനയം കാണുമ്പോ എന്ത് തോന്നി? അത് റെഫർ ചെയ്യാൻ ഉള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഇതിപ്പോ ഇത്ര നാളെ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ ഇന്ന് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ആ ഒരു മീറ്റർ ഞാൻ പിടിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് ജനങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഡയറക്ടർ ഓക്കെ പറയുന്ന സാധനങ്ങള് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അഭിനയം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ 2015 ആട് ഒരു ഭീകരജീവി എല്ലാം കണ്ടപ്പം തോന്നിയിരുന്നു ആടിന്റെ തേർഡ് പാർട്ടിൽ ഞാൻ ഉണ്ടാവും എന്ന് വിചാരിച്ചു? സിനിമ എന്ന സാധനത്തിലേ ഞാൻ ഉണ്ടാവും ഞാൻ വിചാരിച്ച ആളല്ല. എനിക്ക് എത്താൻ പറ്റാത്തൊരു മേഖലയാണ്, അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാത്ത ഒരാളാണ്. നമുക്ക് എത്താൻ പറ്റാത്ത മേഖലയാണ്, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ആഗ്രഹിക്കേണ്ട ചിന്തിക്കേണ്ട എന്നൊക്കെ ഇവിടെ ഒരിക്കലും എത്താൻ പറ്റത്തില്ല. ചിലപ്പോ അങ്ങനെ ചിന്തിച്ചോണ്ടായിരിക്കും ഞാൻ അവിടെ എത്തിയത്. ത്രീയിലേക്ക് എത്തിപ്പെട്ടത് അതൊരു വലിയ കഥയല്ല. ഇതേപോലെ വിജയ് ചേട്ടൻ ത്രൂ ആണ് ഞാൻ എത്തിയത്. വിജയ് ചേട്ടൻ ഇപ്പൊ ഇത് അനൗൺസ് ചെയ്തപ്പോഴും വിജയ് ചേട്ടൻ 2020 എനിക്ക് ഇതേപോലെ ഒരു ഓഫർ തന്നായിരുന്നു. പിന്നെ പടം ഇങ്ങനെ നീണ്ടു പോയി. അപ്പൊ സിനിമ ഇറങ്ങാറായപ്പോ ഞാൻ വിജയ് ചേട്ടനെ ഇതേപോലെ ഒന്ന് ഓർമ്മിപ്പിച്ചു. എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് എനിക്ക് മടിയാ പൊതുവെ ചാൻസ് ചോദിക്കുക. കാര്യം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് ചെല്ലുമ്പോഴാണല്ലോ നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചു ചെല്ലുമ്പോൾ ആ ഒരു വാല്യൂ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ വാല്യൂക്ക് ഉപരി വിളിച്ചിട്ട് ചെല്ലുന്നത് ഒരു പ്രൗഡാ. അതേപോലെ ഇപ്പൊ പക്ഷെ ഞാൻ വിജയ് ചേട്ടന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു എന്താ പറയുന്ന ഒരു സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തോന്നിയോണ്ടും, അല്ലെങ്കിൽ അവിടുന്ന് ചോദിച്ച് അവിടുന്ന് നോ പറഞ്ഞാലും എനിക്കൊരു ഫീലിങ്സ് ഇല്ല എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടും ഞാൻ വിജയ് ചേട്ടനോട് ചോദിച്ചു. ഓൾറെഡി വിജയ് ചേട്ടൻ എന്നെ ഹോമിൽ അഭിനയിപ്പിച്ചു. എനിക്ക് അത്യാവശ്യം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തൊരു ചെറിയ സീനാന്നേലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ് കിട്ടിയത്. അതെ, അപ്പൊ അതുകൊണ്ട് വിജയ് ചേട്ടന്റെ അടുത്ത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ വിജയ് ചേട്ടൻ പറഞ്ഞ ഇല്ല, പഴയ കുറവാണ്, എല്ലാരും പഴയത് തന്നെ. അപ്പൊ പിന്നീട് ഒരു ചാൻസ് വന്നപ്പോ പുള്ളി എന്നെ ഓർത്തു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിനകത്തോട്ട് എത്തിയത്. എന്തായാലും പരിപാടി ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് കാണാപ്പാടമാണ്. എല്ലാവരും അത്ര ഏറ്റെടുത്തു. അപ്പം ഫുക്രുവിന്റെ ക്യാരക്ടറും ഫുക്രുവിന് ഓൾറെഡി ആളുകൾക്ക് ഇഷ്ടമുള്ള ആള് തന്നെയാണ്. ഈ ക്യാരക്ടറിലൂടെ ഫുക്രുവിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പെട്ടെന്ന് തീർന്നു പോവല്ലേ.